കുരങ്ങൻ്റെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ ഡേവിഡിൻ്റെ കഴുത്തിന് നേർക്ക് നീണ്ടുവന്നു. പെട്ടെന്ന് ഞെട്ടലോടെ അയാൾ ആ സത്യം മനസ്സിലാക്കി. ദൈവമേ, എൻ്റെ കഴുത്തിലെ കുരിശുമാല കുരങ്ങൻ തട്ടിപ്പറിച്ചല്ലോ. കുരങ്ങൻ ഡേവിഡിനെ തനിക്കടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. കൂർത്ത കോമ്പല്ലുകൾ അയാളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. കുറച്ചു കഴിഞ്ഞ് പഴന്തുണി പോലെ ഡേവിഡ് ആ വഴിയരികിൽ വീണു. പിറ്റേ ദിവസം ജാക്ക് ഫോർമാൻ്റെ ബംഗ്ലാവിൽ ഫാദർ സന്ദർശനത്തിനെത്തി. വരൂ ഫാദർ, എന്താണ് പതിവില്ലാതെ ഈ വഴിക്ക്? ഇയാളുടെ കണ്ണുകൾ അസാധാരണമായ തിളക്കം. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. എന്തായാലും വന്നതല്ലേ, ഒരു കാപ്പി കഴിക്കാം. ജാക്കിന് അസുഖം വല്ലതുമുണ്ടോ? മുഖത്ത് പനിക്കോളുണ്ടല്ലോ. ഫാദർ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജാക്കിൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കാൻ ഒരുങ്ങി. പിശാചിൽ നിന്ന് ഈ ആത്മാവിനെ കാത്തുകൊള്ളണമേ. അടുത്ത നിമിഷം ഇടിവെട്ടേറ്റതുപോലെ ജാക്ക് പിന്നോട്ട് നീങ്ങി. വേണ്ട! എന്തൊക്കെയോ മനസ്സിലായ മട്ടിൽ ഫാദർ പോകാനൊരുങ്ങി. ഞാൻ പിന്നെ വരാം, വിശ്രമിക്കൂ. അന്ന് രാത്രി ഫാദറിൻ്റെ മുറിയിൽ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നത്തെ രാത്രി എനിക്കത്ര എളുപ്പം ഉറങ്ങാനാവില്ല. സമയം കടന്നുപോയി. പള്ളിയുടെ മതിൽക്കെട്ടിന് പുറത്തുനിന്ന് ഒരു ആർത്തനാദം ഉയർന്നു. ഞാൻ പുറത്തിറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഫാദർ പള്ളിക്ക് പുറത്തിറങ്ങി. കരച്ചിലിന് ശക്തി കൂടി വരുന്നു. എന്നെ മതിൽക്കെട്ടിന് പുറത്തെത്തിക്കുകയാണ് ലക്ഷ്യം. പള്ളിയുടെ ഇരുമ്പ് ഗേറ്റുകൾ തുറന്ന് ഫാദർ പുറത്തിറങ്ങി. കാറ്റിൽ അഴുകിയ മാംസത്തിൻ്റെ ഗന്ധം, വവ്വാലുകളുടെ ചിറകടി. അടുത്ത നിമിഷം ഫാദറിന് മുന്നിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ഓ, ഡേവിഡ്! ഡേവിഡ് ഫാദറിന് നേർക്ക് ചുവട് വച്ചു. പെട്ടെന്ന് ഫാദർ കയ്യിലെ കുരിശുരൂപം അയാൾക്കു നേരെ നീട്ടി. ഞെട്ടിത്തെറിച്ച് പിന്നോട്ട് മാറിയ ഡേവിഡിനെ ഫാദർ പിടിച്ചു. ഡേവിഡ്, നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പള്ളിയുടെ മതിൽക്കെട്ടിനകത്തേക്ക് ഫാദർ ഡേവിഡിനെ തള്ളിക്കയറ്റി. നീ ഇതിനകത്ത് നിൽക്ക്, എനിക്ക് ജോലി ബാക്കിയുണ്ട്. പെട്ടെന്ന് അതിശക്തമായ കാറ്റ് വീശി. ഓ, വിചാരിച്ചതിലും കഠിനമാണ് ഈ രാത്രി. കാറ്റിൽ ഫാദർ എടുത്തെറിയപ്പെട്ടു. കയ്യിൽ നിന്ന് കുരിശ് തെറിച്ചു പോയിരുന്നു. വീണിടത്ത് നിന്ന് തല പൊക്കിയ ഫാദറിന് മുന്നിൽ ഭീമാകാരമായ നിഴൽ രൂപം. ഇത് അടുത്ത നിമിഷം എവിടെ നിന്നോ കുറെ ചെന്നായ്ക്കൾ അങ്ങോട്ട് ഓടിയെത്തി. ദൈവമേ, എന്നെ രക്ഷിക്കണേ! ചെന്നായ്ക്കൾ ഫാദറിന് ചുറ്റും ഒരു വലയം തീർത്തു. ഇവ കടിച്ചു കീറാൻ ഒരുങ്ങുകയാണോ? ചെന്നായ്ക്കൾക്കിടയിൽ മറ്റൊരു മനുഷ്യ ചെന്നായെപ്പോലെ പ്രഭു. ഫാദർ സർവശക്തിയും സംഭരിച്ച് പള്ളിയുടെ ഗേറ്റിലേക്ക് ഇഴഞ്ഞു. പള്ളിയുടെ മതിൽക്കെട്ടിനകത്ത് കടന്നേ പറ്റൂ. ഫാദറിന് ഒരു വിധത്തിൽ പള്ളിയുടെ ഗേറ്റിൽ പിടികിട്ടി. കനത്ത കാറ്റ് പിടിപിടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫാദർ ബലമായി പിടിച്ചു നിന്നു. പെട്ടെന്ന് കാറ്റടങ്ങി. എന്താണ് സംഭവിക്കുന്നത്? പ്രഭുവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക, അതിന് തടസ്സം നിൽക്കരുത്. പറ്റില്ല. നീ പിശാചാണ്, എന്തു വില കൊടുത്തും ഇല്ലാതാക്കേണ്ട പിശാച്. നിന്ന സ്ഥലത്ത് ഒരു ചെറിയ ചുഴലിക്കാറ്റ് മാത്രം ബാക്കിയാക്കി പ്രഭു അപ്രത്യക്ഷനായി. പിറ്റേന്ന് പ്രഭാതം ഫാദർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഡേവിഡിനെ വിളിച്ചുണർത്തി. ഡേവിഡ്, എഴുന്നേറ്റ് വീട്ടിൽ പോകൂ. ഫാദർ ഒരു യാത്രയ്ക്കൊരുങ്ങി. ഇത്രയും കാലത്തിന് ശേഷം അവൻ തിരികെ വന്നെങ്കിൽ അവൻ അതിശക്തനായി എന്നാണ് അർത്ഥം. അന്ന് രാത്രി ഫോർമാൻ്റെ ഫാം ഹൗസിൽ ഇരുട്ടിലൂടെ അതിവേഗം ഫോർമാൻ മുന്നോട്ട് നടന്നു. അയാൾക്ക് പിന്നാലെ തിളങ്ങുന്ന കണ്ണുകളുമായി ഡേവിഡ്, അതിനു പിന്നാലെ ഭീകരരൂപിയായ കുരങ്ങൻ. തൊഴിലാളികൾ താമസിക്കുന്ന ചെറു വീടുകളായിരുന്നു അവരുടെ ലക്ഷ്യം. ആദ്യത്തെ വീട്ടിലേക്ക് അവർ കയറി ചെന്നു. അരണ്ട വെളിച്ചത്തിൽ അവരുടെ കണ്ണുകളും പല്ലുകളും തിളങ്ങി. എന്താ പുറത്തൊരു ശബ്ദം? ചെന്നായ്ക്കൾ ഓരിയിടുന്നത് പോലെ. ആ തൊഴിലാളി ജനൽപ്പാളി തുറന്നു നോക്കിയപ്പോൾ ജനലഴികൾ തകർത്തുകൊണ്ട് അകത്തേക്ക് 3 കൈകൾ. 2 മനുഷ്യൻ്റേത്, 1 കുരങ്ങിൻ്റേതും. അയ്യോ! കൈകൾ അയാളെ കഴുത്തിന് പിടിച്ച് പൊക്കി പുറത്തേക്കെടുത്തു. നേരം കടന്നുപോയി. മൂങ്ങകളുടെ മൂളലും വവ്വാലുകളുടെ ചിറകടിയും ചെന്നായ്ക്കളുടെ ഓരിയിടലും. പിറ്റേന്ന് രാവിലെ ഫാദർ തിരികെ എത്തി. ഒപ്പം ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഫാദർ, എന്തു മനോഹരമായ സ്ഥലമാണിത്. അതെ,
പകൽ സമയത്ത് മനോഹരമാണ്, രാത്രി അങ്ങനെയല്ലെന്നാണോ? എന്തായാലും ഇവിടെ കുറച്ച് ദിവസമുണ്ടല്ലോ, കണ്ടറിയാം. അറിഞ്ഞിട്ടേ പോകൂ. എനിക്ക് ഈ ഫാം ഹൗസും പരിസരവും ഇഷ്ടമായി. താങ്കൾക്ക് മാത്രമല്ല, മറ്റു പലർക്കും അതിഷ്ടമായ മട്ടാണ്. അന്ന് രാത്രി, ഫാദർ, ഞാനൊന്ന് നടന്നിട്ട് വരാം. ഈ നട്ടപ്പാതിരയ്ക്കോ? എൻ്റെ ജോലി സമയം ഇതാണ്. ഫാദറിൻ്റെ സുഹൃത്ത് പള്ളിയുടെ മുറ്റം കടന്ന് നടന്നു തുടങ്ങി. അകലെ എവിടെയോ ചെന്നായ്ക്കൾ ഓരിയിട്ട് തുടങ്ങി. ഞാനിത് പ്രതീക്ഷിച്ചു. പുറത്തിറങ്ങിയതും കാറ്റാഞ്ഞു വീശിത്തുടങ്ങി. ചെന്നായ്ക്കളുടെ കരച്ചിൽ ഉച്ചത്തിലായി. ഇവിടെ വിചിത്ര ശക്തികളുടെ സാന്നിധ്യം വ്യക്തമാണ്. അയാൾ പതറാതെ മുന്നോട്ട് നടന്നു. മനോഹരമായ ഈ രാത്രി ഇങ്ങനെ ശബ്ദമുണ്ടാക്കി നശിപ്പിക്കുന്നത് എന്തിനാണാവോ? അരണ്ട നിലാവെളിച്ചത്തിൽ ഇരുണ്ട രൂപങ്ങൾ. എൻ്റെ ചങ്ങാതിമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിക്കോളാസ് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ പോലെയുള്ള ഉപകരണം പുറത്തെടുത്തു. ഹെഹെ, ഇതുണ്ടാക്കുന്ന ശബ്ദതരംഗം മനുഷ്യർക്ക് കേൾക്കാനാവില്ല, പക്ഷേ അയാൾ അത് ഓൺ ചെയ്തു. ശല്യക്കാരായ ചില ആത്മാക്കൾക്ക് ഇതാണ് മരുന്ന്. യന്ത്രം നിക്കോളാസ് നീട്ടിപ്പിടിച്ചു. ഇതിലെ തരംഗങ്ങൾ നിങ്ങളുടെ കാതുകൾക്ക് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. വൈകാതെ ചെന്നായ്ക്കളുടെ ശബ്ദം നിലച്ചു. അങ്ങനെ ആ പശ്ചാത്തല സംഗീതം നിലച്ചു കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തലയ്ക്ക് മുകളിൽ ഒരു നിമിഷം കൊണ്ട് നിക്കോളാസ് കുരങ്ങനിൽ നിന്ന് വെട്ടിയൊഴിഞ്ഞു. നീയാണല്ലേ കുരിശുമാല മോഷ്ടിക്കുന്ന കുരങ്ങച്ചൻ? അരയിൽ നിന്ന് പ്രത്യേകതരം ബെൽറ്റെടുത്ത് കുരങ്ങനെ നിക്കോളാസ് കുടുക്കി. നീ ഇതുവരെ ഇടപെട്ട ആളുകളെ പോലെ അല്ല ഞാൻ. ഈ ബെൽറ്റും. കുരങ്ങനുമായി നിക്കോളാസ് പള്ളിമേടയുടെ ഗേറ്റ് കടന്നു. ഫാദർ മുറ്റത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഫാദർ, എൻ്റെ ഫ്രീക്വൻസി ബെൽറ്റിന് മുന്നിൽ ഇവൻ വീണു. സൂക്ഷിക്കണം, ഇവൻ്റെ യജമാനൻ അതിശക്തനാണ്. അടുത്ത നിമിഷം, ഓ വേഗം മാറൂ,